പറഞ്ഞു തരട്ടെ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, വളരെ ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഏകദേശം ഒരു പഞ്ചാമൃതത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്. ഞാനിവിടെ പഴുത്ത ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത്. 4 പഴുത്ത ഏത്തക്ക എടുത്തിട്ടുണ്ട്. അധികം പഴുക്കാത്തതാണെങ്കിൽ അത് ഉടയാതെ കിട്ടും. ഇത് പഴുത്ത ആയതുകൊണ്ട് ഞാൻ നല്ലതായിട്ട് ഉടച്ചാണ് എടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റി, വളരെ സിമ്പിളുമായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴനുറുക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കണേ. മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഏത്തക്ക ഇവിടെ നന്നായിട്ട് പഴുത്ത ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് പീസുകളാക്കുക. അതിനുശേഷം അത് ഒരല്പം വെള്ളത്തിൽ നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. അത് നല്ല മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. ആ വെള്ളമെല്ലാം വെള്ളത്തിൽ കിടന്ന ഏത്തക്ക നന്നായിട്ട് തിളച്ച് അത് ആ വെള്ളമെല്ലാം ഒന്ന് പറ്റി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര പാനിയാക്കി വെക്കണം. ആ പാനി നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ആ പഴനുറുക്കിന് നല്ലൊരു കളറായിരിക്കും. ഞാനിവിടെ വെള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് വലിയ കളർ വന്നിട്ടില്ല. എന്നാലും ടേസ്റ്റിന് ഒരു കുറവുമില്ല. അപ്പം അതിനി കുറച്ച് നേരത്തേക്ക് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ നമുക്കത് വേവിക്കാൻ വേണ്ടി മൂടി വെക്കാം. അപ്പം ശർക്കര ഏകദേശമൊക്കെ അതിനകത്ത് നല്ല യോജിച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയുടെ പാല്, നല്ല കുറുകിയ പാല്, അത് മാത്രം മതി. അപ്പം അതും കൂടി ചേർക്കണം. അതിന് മുൻപേ നമുക്ക് ഒരല്പം ഏലക്കായും കൂടെ ചതച്ച് വെക്കണം. അപ്പം ആ പഴവും ശർക്കരയും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ പഴുത്ത ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നല്ല ഏലക്കയുടെ സ്മെല്ലും അതിൻ്റെ കൂടെ ശർക്കരയും തേങ്ങാപ്പാലുമായിട്ട് നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് എല്ലാം പറ്റി വരുമ്പോഴേക്കും ലാസ്റ്റ് നമുക്കൊരല്പം നെയ്യൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ പഴനുറുക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ മക്കൾ ടേസ്റ്റ് ചെയ്തിട്ട് എന്ത് പറയുമെന്നുള്ള ടെൻഷനിലായിരുന്നു. ഇത് മക്കൾ കഴിക്കുമോ, മക്കൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഉണ്ടാക്കി ചൂട് പോയ ഉടനെ തന്നെ ഞാൻ എൻ്റെ മോനെ വിളിച്ചു. മോനോട് ചോദിച്ചു, മോനെ വന്നേ അതൊന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, എന്നെ അമ്മേ നമ്മുടെ ഒരു സ്പെഷ്യൽ സാധനം ഒന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ വന്നു, അത് കഴിച്ചു, അവനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ടാറ്റാ ബൈ ബൈ, സീ സൂൺ.